ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കമല എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് കമല, യഥാർത്ഥ പേരല്ല. എനിക്ക് 44 വയസ്സുണ്ട്. എൻ്റെ ജീവിതകഥ കേട്ടിട്ട് മാഡം അത് ശരിയാണോ തെറ്റാണോ, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടോ എന്ന് പറയണം. സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അച്ഛനും അമ്മയും ഒന്നും ചേർത്ത് വച്ചിട്ടില്ല. സാമ്പത്തികവുമില്ല, ഭൂമിയുമില്ല. കഷ്ടിച്ച് കഴിഞ്ഞു പോകുന്നു. എൻ്റെ അച്ഛൻ ഒരലസനും മടിയനുമായിരുന്നു. അമ്മയ്ക്ക് എന്നെപ്പറ്റി വേവലാതിയാണ്. ഞാനാണ് ഒറ്റ പെണ്ണ്. ബാക്കി 2 പേര് ആണുങ്ങളാണ്. അവരുടെ കാര്യമോർത്ത് ആർക്കും ചിന്തയില്ല. അന്നത്തെ കാലത്ത് എത്രയും പെട്ടെന്ന് പെൺകുട്ടികളെ കെട്ടിച്ചിടണമെന്നാണല്ലോ. ഇന്നത്തെ പോലെയല്ല. അമ്മ എപ്പോഴും പറയും. അപ്പോൾ അച്ഛൻ പറയും, അവളുടെ സൗന്ദര്യം കണ്ട് ആരെങ്കിലും വന്ന് കെട്ടിക്കൊണ്ട് പോയിക്കോളും, 5 പൈസ കൊടുക്കാനില്ലാതെ. പക്ഷേ എങ്ങനെയാണെങ്കിലും പണമില്ലാതെ സൗന്ദര്യം മാത്രമുണ്ടെന്ന് പറഞ്ഞ് ആര് വരാനാ? കുറച്ചക്കന്മാർ എന്നെ കാണാൻ വന്നു. ഡിഗ്രിയാണ് എൻ്റെ വിദ്യാഭ്യാസം. ഞാൻ അന്നൊരു കടയിൽ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് പല ആൾക്കാരും എന്നോട് സ്നേഹത്തോടുകൂടി പെരുമാറി. അത് പക്ഷേ മറ്റു പല കാര്യങ്ങൾക്കുമായിരുന്നു. കല്യാണം കഴിക്കാൻ ആർക്കും താല്പര്യമില്ല. അവസാനമാണ് എൻ്റെ ഭർത്താവ് വന്നത്. ഇത്തിരി ഇരുണ്ട നിറമുള്ള ബലിഷ്ഠനായ ഒരു മനുഷ്യൻ. കാണാനൊക്കെ ചന്തമുണ്ട്. അന്ന് എനിക്ക് ആണുങ്ങളെപ്പറ്റി പ്രത്യേകിച്ച് സങ്കല്പം ഒന്നുമില്ലായിരുന്നു. കണ്ടാൽ നല്ല ആണത്തമുണ്ട്, അതുമാത്രം മതിയായിരുന്നു എനിക്ക്. പക്ഷേ ഞാനൊന്നും പറഞ്ഞില്ല. വീട്ടുകാരുടെ തീരുമാനമാണല്ലോ. പക്ഷേ ഭർത്താവിനെ എന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പുള്ളിക്കന്ന് ബോർമയിൽ പണിയാണ്. ബേക്കറി പലഹാരങ്ങളും കേക്കും അതേപോലെ ബണ്ണും ഒക്കെ ഉണ്ടാക്കുന്ന ജോലി അത് നന്നായി ചെയ്യാനറിയാം. നല്ല വരുമാനമുണ്ട്. പ്രശസ്തമായ ഒരു ബേക്കറി ഷോറൂമിലെ ബോർമയിലാണ് പുള്ളി ജോലി ചെയ്യുന്നത്. എന്തായാലും ചെക്കനെ കണ്ട് അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. ആർഭാടങ്ങൾ ഒന്നും അധികമില്ലാതെ എൻ്റെ കല്യാണം നടന്നു. അവിടെ അമ്മ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് വേറെ ആരുമില്ല. അച്ഛൻ മരിച്ചു പോയതാണ്. സഹോദരങ്ങളുമില്ല. രാവിലെ ആകുമ്പോഴേക്കും അദ്ദേഹം ബോർമയിൽ പോകും. വെളുപ്പിന് തന്നെ. പിന്നെ രാത്രി വൈകിയാണ് വരുന്നത്. എന്നോട് സ്നേഹക്കുറവില്ല. ഒരു പുരുഷനിൽ നിന്ന് എന്തൊക്കെയാണോ അതൊക്കെ എനിക്ക് തരാൻ അദ്ദേഹം ഒരു പിശുക്കും കാണിച്ചില്ല. അങ്ങനെ ഞാനും സന്തോഷവതിയായി കഴിഞ്ഞു. അടുത്ത വർഷമായപ്പോഴേക്കും എനിക്ക് ഒരു കുട്ടിയുണ്ടായി. അധികം വർഷങ്ങളുടെ ഗ്യാപ്പില്ലാതെ രണ്ടാമതൊരു കുട്ടിയും ഉണ്ടായി. 2ഉം ആൺകുട്ടികളാണ്. അതോടുകൂടി ഇനി കുട്ടികളൊന്നും വേണ്ട, പ്രസവം നിർത്താമെന്ന് ഹസ്ബൻഡ് പറഞ്ഞു. അങ്ങനെ പ്രസവം നിർത്തി. പക്ഷേ അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇനിയിപ്പം നമുക്ക് പുതിയൊരു ബേക്കറി തുടങ്ങാം എന്ന്. നല്ല കഴിവുള്ള ആളാണ്. ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ ചെറിയ സിറ്റി വികസിച്ച് വരുന്നു. ഇവിടെ ഇപ്പോൾ ബേക്കറി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ച പിടിക്കുമെന്ന് എനിക്കും തോന്നി. ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ ഞാനും ഊരിക്കൊടുത്തു. അദ്ദേഹത്തിൻ്റെ സമ്പാദ്യവും എല്ലാം ചേർത്ത് ഒരു ബോർമയും ഒരു ബേക്കറിയും കൂടി അവിടെ സെറ്റപ്പ് ചെയ്തു. അപ്പോഴേക്കും അദ്ദേഹം ഒരു മുതലാളിയായി മാറി. അപ്പോൾ ബോർമയിൽ നിൽക്കാൻ വേറെ ആളുകൾ വേണം. അദ്ദേഹത്തിന് പ്രായമായവരെ നിർത്താൻ താല്പര്യമില്ല. ചെറുപ്പക്കാർ വേണം. ചെറുപ്പക്കാർ ആരിയ്ക്കുന്നു അന്നത്തെ കാലത്ത് ബോർമയൊക്കെ പഠിച്ചവർ? എന്നാലും അദ്ദേഹം എവിടെ നിന്നോ പോയി കണ്ടുപിടിച്ച് കൊണ്ടുവന്നു. ഒരു 30 വയസ്സിന് താഴെയുള്ള ആളുകളാണ് 2 പേർ. അതിൽ ഒരാൾ കല്യാണം കഴിച്ചതാണ്, ഒരാൾ കല്യാണം കഴിക്കാത്ത ആൾക്കാരാണ്. കണ്ണൂർ ഭാഗത്തുള്ളവരാണ്. എന്തായാലും അവർ വന്നതിൽ പിന്നെ രുചികരമായ വിഭവങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. എൻ്റെ ഭർത്താവിൻ്റെ കൈപ്പുണ്യം കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോഴേക്കും ബേക്കറി നാട്ടിൽ പച്ച പിടിച്ചു. 3 വർഷങ്ങൾക്കുള്ളിൽ അത് മികച്ചൊരു ബേക്കറിയായി മാറി. അടുത്ത സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ വന്ന് അവിടുന്ന് സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വീടായിരുന്നു ഞങ്ങളുടെ വീട്. 5 വർഷമായപ്പോഴേക്കും നല്ലൊരു വലിയ വീട് ആകാൻ മാത്രമുള്ള വരുമാനം അതിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിശയോക്തിയല്ല. നന്നായി അധ്വാനിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ജീവിതത്തിൽ പരമസുഖം, ഇഷ്ടം പോലെ പണം. അങ്ങനെ നല്ലൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ. 35ാമത്തെ വയസ്സിലാണ് എൻ്റെ ജീവിതത്തിൽ ചില ടെസ്റ്റുകൾ ഉണ്ടാകുന്നത്. അത് പണ്ട് തൊട്ടേ ബോർമയിൽ നിൽക്കുന്നത് അവർ 2 പേരുമാണെന്ന് പറഞ്ഞല്ലോ. അതിൽ ഒരാളങ്ങ് പോയി. കാര്യം ഭാര്യയും കുട്ടിയൊക്കെ പിരിഞ്ഞു നിൽക്കാൻ അദ്ദേഹത്തിന് വയ്യ. ഇനി അടുത്തത് കല്യാണം കഴിക്കാത്ത ഒരാളാണ്. അദ്ദേഹത്തിന് കല്യാണത്തോട് വലിയ താല്പര്യമൊന്നുമില്ല. വീട്ടുകാരൊക്കെ നിർബന്ധിക്കുകയാണ്, കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സ്ട്രെസ്സായി കഴിഞ്ഞപ്പോഴേക്കും അങ്ങേർക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ 3-4 ദിവസം നിന്നിട്ടൊക്കെ വരാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും പലപ്പോഴും ബോർമയുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റി. ഹസ്ബൻഡ് ഇറങ്ങേണ്ടി വന്നു. എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പുള്ളിക്ക് പ്രയാസമായി. അങ്ങനെ പുള്ളിയും വിജു എന്ന് നമുക്ക് വിളിക്കാം അദ്ദേഹത്തെ, ആ ബോർമക്കാരനും കൂടെ ഉടക്കായി. ഇത്രയും വർഷമായിട്ട് നല്ല സ്നേഹത്തിൽ നിന്നാണ്. പക്ഷേ ഈ പ്രശ്നം പറഞ്ഞ് എപ്പോഴും ഉടക്ക്. പിന്നെ അവരുടെ വീട്ടുകാർ വിളിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറയും അവനെക്കൊണ്ട് എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഹസ്ബൻഡിന് ഹാലിളകും. ഇവനാണെങ്കിൽ കല്യാണം കഴിക്കാനായിട്ട് താല്പര്യവും ഇല്ല.
വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു അത്. അതിനിടയ്ക്ക് ഒരു ദിവസം ഭർത്താവ് പറഞ്ഞു, അവൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും നല്ല മിടുക്കനായ ഒരാളെ ഒരിക്കലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ ബേക്കറിയുടെ ഏറ്റവും വലിയ കരുത്ത് അവനും പിന്നെ ഞാനുമാണ്. ഞാൻ ഫുൾ ടൈം ഇറങ്ങി നിൽക്കാൻ പറ്റില്ല. അവനെ നമ്മൾ വിടരുത്. ഞാൻ പറഞ്ഞു, വീട്ടുകാർക്ക് അവനെ കല്യാണം കഴിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞത് അവൻ കേൾക്കുമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എൻ്റെ ഭർത്താവ് അന്ന് ആദ്യമായി എന്നോട് പറഞ്ഞു, എടി, എന്തായാലും നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി, 2 കുട്ടികളുമുണ്ട്, നിനക്ക് നിർത്തുകയും ചെയ്തു. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് പോപ്പോ അടിച്ചുകൊണ്ട് പറഞ്ഞു, ഇനിയിപ്പം നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും വക്കാണവും വലിയ രീതിയിൽ അയ്യോ നീ അങ്ങനെയാണേ ഞാനിങ്ങനെയാണേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവന് കല്യാണം കഴിക്കണമെന്ന് യാതൊരു താല്പര്യമില്ല. കാര്യം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മടിയാണ്. പക്ഷേ ചെക്കന് വലിയ വലിയ ആഗ്രഹങ്ങളുമുണ്ട്. നോക്കുമ്പോൾ അവന് നിന്നേക്കാൾ കുറച്ച് പ്രായമൊക്കെ ഉണ്ട്. നിൻ്റെ ഭർത്താവാകാനുള്ള ഒരു യോഗ്യതയുണ്ട്. നിങ്ങൾ എന്ത് തോന്നിയാസായി പറയുന്നത്? എടി, വീട്ടുകാരെ പറഞ്ഞു കേൾക്കുമ്പോൾ അവൻ ഇവിടുന്ന് വിട്ടിട്ട് പോകണമെന്ന് തോന്നുന്നുണ്ട്. വേണമെങ്കിൽ അവൻ മറ്റു പല കാര്യങ്ങളും ഓർത്ത് കല്യാണം കഴിക്കുകയും ചെയ്യും. അപ്പോൾ അവന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ഇവിടെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവൻ ഇവിടെ വിട്ടു പോകില്ല. അറ്റാച്ച്മെൻ്റ് ആണെങ്കിൽ അവൻ തീർച്ചയായിട്ടും ഇവിടെ നിൽക്കും. നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്തായാലും നീ ഒരു സുന്ദരിയാണ്. 2 പ്രസവം കഴിയുമ്പോൾ പെണ്ണുങ്ങൾക്ക് സൗന്ദര്യം നഷ്ടപ്പെടുമെന്ന് പറയും. പക്ഷേ എനിക്ക് പോലും ഇപ്പോഴും മോഹം തോന്നിക്കുന്ന രീതിയിലാണ് നീ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ അവന് മോഹം തോന്നാതിരിക്കുമോ? നീ ശരിക്കും അവനൊരു കിട്ടാക്കന് തന്നെയായിരിക്കാം. അവൻ നിന്നെ കൊതിയോടുകൂടി നോക്കുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. നിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അവന് 100 നാവാണ്. അതിപ്പോൾ ഞാനെന്ത് വേണം? ഇടി, നീ എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. അവൻ്റെ അടുത്ത് പോയി തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് നിൽക്കണം. അവൻ്റെ സൗകര്യപ്രദമായ സമയത്തും സ്ഥലത്തും നീ അങ്ങ് ചെല്ലണം. ബോർമയിൽ നിന്ന് നല്ല മുട്ടൊരു കേക്ക് എടുത്ത് അവന് നീ കൊടുക്കണം. കേക്ക് കഴിച്ച് അവൻ മത്തുപിടിക്കണം. അങ്ങനെ അവൻ എപ്പോഴും ഇവിടെ നിൽക്കണം. എന്തൊക്കെയാണ് മനുഷ്യ പുലമ്പുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, ഒന്നുമില്ല, നീ എൻ്റെ അടുത്ത് കാണിക്കുന്ന കസർത്തുകളൊക്കെ ഇല്ലയോ, അത് അവനോട് ചേർന്നിരുന്ന് അങ്ങ് കാണിച്ചാൽ മതി. എന്താ മനുഷ്യ ഈ പറഞ്ഞത്? ഞാനങ്ങനെ എൻ്റെ ഭർത്താവല്ലാതെ മറ്റൊരാളെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, നീ ആ പറഞ്ഞതൊക്കെ ശരിയാണ്. ഞാൻ നിന്നെ ഇന്ന് വരെ അങ്ങ് അംഗീകരിക്കുന്നു. നീ ശീലാവതി. പക്ഷേ നാളെ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ നീ പ്രവർത്തിച്ചാലും നിന്നെ ഞാൻ ശീലാവതിനെ വിളിക്കുകയുള്ളൂ. കാര്യം ഞാൻ പറഞ്ഞിട്ടാണ് നീ രംഗത്തിറങ്ങുന്നത്. നിനക്ക് നല്ല താല്പര്യമുണ്ടെന്നറിയാം. അവനെന്താടി കുഴപ്പം? എന്നെക്കാളൊക്കെ നല്ല സുന്ദരനല്ലേ മോളെ? നമ്മുടെ ബിസിനസ്, നമ്മുടെ പണം, നമ്മുടെ ജീവിതം ഒക്കെ പിടിച്ചു നിർത്താൻ അവനെപ്പോൾ ഒരാൾ ആവശ്യമാണ്. മോള് രംഗത്തിറങ്ങണം. ഞാൻ സപ്പോർട്ടാണ്. പ്ലീസ്, ഇതിനെക്കുറിച്ച് നീ ഒന്നും പറയരുത്. ഞാനതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കളവും നിനക്ക് ഒഴിച്ചിടാം. കളത്തിൽ നീ നിറഞ്ഞാടണം. നിനക്കും ഒരു പൊതു അനുഭവമായിരിക്കും. ആഹാ, അപ്പോൾ നിങ്ങൾക്ക് വേറെന്തോ ബന്ധങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ എന്നോട് ഇഷ്ടമില്ലാതായി. എന്നോട് പറയുകയാണ് അപ്പോൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തോ സംശയമുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എനിക്കാരോടും അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. നിന്നെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അല്ലാതെ എനിക്ക് താല്പര്യമുണ്ടോ? നീ എൻ്റെ മൊബൈൽ എടുത്ത് നോക്ക്. എനിക്ക് നീ അല്ലാതെ ഒരു താല്പര്യവുമില്ല. എങ്കിൽ എനിക്കുമില്ല. ഇനി അങ്ങനെ പറയരുത് പ്ലീസ്. ഒരാണിന് ലിമിറ്റേഷൻസ് ഉണ്ട്. പെണ്ണ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ മോഹിനിയായി അമൃത വേണമെങ്കിലും കൊണ്ടുവരും. പ്ലീസ് രംഗത്തിറങ്ങൂ എന്ന് പറഞ്ഞ് എന്നെ പതിവായി നിർബന്ധിക്കാൻ തുടങ്ങി. അങ്ങനെയായപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ഒരിക്കലും കുറ്റം പറയരുത്. നിങ്ങളുടെ റിസ്ക്കാണിത്. നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇറങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ കാലിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു, നീയാണ് സത്യം. ഇതെല്ലാം എൻ്റെ റിസ്ക് തന്നെയാണ്. നമ്മളുടെ ജീവിതം മെച്ചപ്പെടേണ്ടേ കുട്ടി എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറച്ചുകൂടി എരികേറ്റി. ഞാൻ നോക്കുമ്പോഴില്ലേ, അവൻ്റെ ഭർത്താവിനേക്കാളൊക്കെ എത്രയോ നല്ല സുന്ദരനാണ്. സത്യം പറഞ്ഞാൽ എന്നേക്കാൾ പ്രായമുള്ളതാണെങ്കിലും കണ്ടു കഴിഞ്ഞാലില്ലേ കൊച്ചു പയ്യനെപ്പോഴാണ് തോന്നുന്നത്. ഞാൻ എടാ എന്നൊക്കെയാണ് വിളിക്കുന്നത്. എന്നെ ചിലപ്പോൾ അവൻ ഓർമ്മിപ്പിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളെക്കാൾ മൂത്താണ്. പിന്നെ ചേട്ടൻ്റെ ഭാര്യ ആയതുകൊണ്ട് ഞാൻ ചേച്ചിനെ വിളിക്കുകയാണെന്നും പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനിവിടേക്ക് അവനെ കളിയാക്കാറുണ്ട്. പക്ഷേ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഇവനെ ഞാനെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ കാലുകൊണ്ട് നഖം വരച്ച് ചെന്ന് കഴിഞ്ഞാൽ അവന് സംശയം തോന്നില്ലേ? അല്ലെങ്കിൽ അവനെക്കുറിച്ച് എന്താ കരുതുക എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് ഒരു ഉപായം പറഞ്ഞു തന്നു.
അത് കേട്ടപ്പോൾ ഭർത്താവ് ഒരു പഠിച്ച കള്ളനാണെന്ന് എനിക്ക് തോന്നിപ്പോയി. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു ദിവസം നീ ബോർമയിൽ വരുമ്പോഴേക്കും ഞാൻ എന്തെങ്കിലും ചോദിക്കും, അപ്പോൾ നീ എന്നോട് എതിർവാക്കുകൾ പറയണം, എന്നോട് വഴക്കുണ്ടാക്കണം, നീരസമായി പെരുമാറണം. ആ സമയത്ത് ഞാൻ ഇറങ്ങി പുറത്തേക്കങ്ങ് പോകും. അവനപ്പോൾ തീച്ചൂളയിൽ കേക്കും ബണ്ണും റസ്കുമൊക്കെ മുരിച്ചെടുക്കുകയാകും. അപ്പോൾ അവൻ ചോദിക്കും, എന്താ പ്രശ്നം, നിങ്ങളെന്താ കീരിയും പാമ്പും പോലെയെന്ന്. അപ്പോൾ നീ കരഞ്ഞുകൊണ്ട് പറയണം, ഇപ്പോൾ 2-3 വർഷമായി ഭർത്താവ് എന്നെ ഒരു രീതിയിലും ഗൗനിക്കുന്നില്ല, അയാൾക്ക് വേറെന്തോ ബന്ധമുണ്ട്, ഞാൻ ഒരു സ്ത്രീയാണ്, എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടേണ്ട പരിചരണങ്ങളൊന്നും കിട്ടുന്നില്ല, ഞാൻ ആരോട് പോയി പറയും എന്നും തർക്കിക്കുകയാണ്. 2 കുട്ടികളുടെ അമ്മയായപ്പോൾ അദ്ദേഹത്തിന് എന്നെ വേണ്ടാതായി. എൻ്റെ ഫീലിങ്സ് ഞാൻ ആരോട് പറയും എന്ന് പറഞ്ഞ് നീ പൊട്ടിക്കരയണം. കരയാൻ നീ മിടുക്കിയാണല്ലോ, നീയല്ല പെണ്ണുങ്ങളെല്ലാം മിടുക്കിയാണ്. അവൻ ആശ്വസിപ്പിക്കുമ്പോഴേക്കും അവൻ്റെ മാറിലേക്ക് വീണ് നീ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയണം. ഒന്ന് പോ മനുഷ്യ, ഇത് സിനിമയോ? എടി, സിനിമയേക്കാൾ മികച്ചതാണ് ചിലപ്പോൾ ജീവിതത്തിലെ രംഗങ്ങൾ. നീ അങ്ങനെ അങ്ങ് പെരുമാറിയാൽ മതി. അവൻ ഫ്ലാറ്റ്. പിന്നെ അവൻ, ചേച്ചി ഇപ്പം ചേട്ടൻ എങ്ങനെയുണ്ട്, ചേച്ചിക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ച് പുറകെ വരും. അപ്പോൾ നീ ആദ്യമൊക്കെ ഞാൻ നിർബന്ധിച്ചപ്പോൾ പറഞ്ഞതുപോലെ പറ്റില്ല 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 എന്ന് പറയണം. പക്ഷെ അവസാനം എന്നാലും എൻ്റെ ഹൃദയം നീ അറിഞ്ഞു, നീ എൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. ഇനിയിപ്പോൾ വേറെ വിശ്വസ്തനായ ഒരു പുരുഷനില്ല. മോനെ, കളത്തിലിറങ്ങി തുമ്പി തുള്ളാൻ നീ വരുമോ എന്ന് നീ അങ്ങ് ചോദിക്കണം. അവനാണെങ്കിൽ കഥകിൽ മുട്ടിക്കൊണ്ട് എപ്പോൾ കഥക് തുറക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ബോർമലൊക്കെ വർക്ക് ചെയ്യുമ്പോഴേക്കും അവന് വലിയ സാഹചര്യങ്ങളുമില്ലല്ലോടി. അപ്പോൾ അവൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ, കാത്തിരിപ്പ്, മനോവിചാരമൊക്കെ നീ ഒന്ന് മനസ്സിലാക്കി ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങൾ നന്നായി നടക്കും. അത് കഴിഞ്ഞ ശേഷം നീ പറയണം, കല്യാണം കഴിക്കരുത്, അഥവാ കഴിച്ചാലും ഇവിടെ നാടമുള്ള പെണ്ണെ കല്യാണം കഴിക്കണം, ഈ ബോർമ വിട്ട് എങ്ങും പോകരുത്, നീ അവനെ ഇവിടെ കെട്ടിടണം, ഈ ബോർമയ്ക്ക് ചുറ്റുമായി അവൻ നടക്കണം, മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദൈവമേ, വലിയ സിനിമകളിലോ അല്ലെങ്കിൽ ഇതിഹാസങ്ങളിൽ പോലും ഇത്രയും കുബുദ്ധിയുള്ള ആൾ ഉണ്ടായിരിക്കില്ല, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയായെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എടി, നിലനിൽപ്പ്, അതിനുവേണ്ടി എന്തും ചെയ്യണം, അതാണ് എല്ലാവർക്കും വേണ്ടത്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം, എങ്കിൽ നമുക്ക് ഏത് എവറസ്റ്റ് കൊടുമുടിയും കയറാമെന്ന്. അങ്ങനെ ഞാൻ അതൊക്കെ സമ്മതിച്ചു. ഒരു ദിവസം കൃത്രിമമായ വഴക്കുണ്ടാക്കാൻ വേണ്ടി ഞാനവിടെ ചെന്നു. അവൻ ബോർമയിൽ അപ്പോൾ വലിയ കേക്കുകൾ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അടുത്ത് ചെന്ന് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു. ആ, കുഴപ്പമില്ല, നല്ല ചൂടുണ്ടല്ലോ, പുറത്തും ചൂട് അകത്തും ചൂട് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഹസ്ബൻഡ് വന്നിട്ട്, എടി, മൂത്ത മോൻ പറഞ്ഞതിനും നീ എന്താ അവനോട് തിരിച്ചു പറഞ്ഞത്, നീ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാൽ ഒന്നും പോരല്ലോ, എനിക്ക് അവനെ ഉപദേശിക്കാനുള്ള അധികാരമുണ്ട്, നിങ്ങൾ കൂടുതൽ എൻ്റെ തല്ലി കയറാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാനും എന്തൊക്കെയോ പറഞ്ഞു. 2 പേർക്കും പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല. എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് അവനെ തോന്നിപ്പിക്കുകയും ചെയ്തു. നിന്നെ കെട്ടിയത് മുതൽ എനിക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞ് ഭർത്താവ് ഇറങ്ങി അങ്ങ് പോയി. അപ്പോഴേക്കും ഞാൻ പൊട്ടി കരഞ്ഞു. അവിടെ അപ്പുറത്തേക്ക് മാറി ഞാൻ ഇരുന്ന് ഏങ്ങലടിച്ച് ഞാൻ കരഞ്ഞു. ചിരിക്കുകയാണോ കരയുകയാണെന്ന് എനിക്കല്ലേ അറിയുകയുള്ളൂ. ബാക്കിയെല്ലാം ഞങ്ങൾ വിചാരിച്ച പോലെ നടന്നു. അവൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്തോ രഹസ്യം പറയുന്ന പോലെ, നിന്നോട് മാത്രമായതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 5-6 വർഷങ്ങളായി നടക്കുന്നത് ഇതാണ്. 2 കുട്ടികളെ പ്രസവിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് കുറേ കാലമൊക്കെ അങ്ങേർക്ക് എന്നോട് സ്നേഹമുണ്ടായിരുന്നു. നീ പറ, ഞാൻ ചെറുപ്പമല്ലേ, എനിക്ക് ആഗ്രഹങ്ങളില്ലേ? അയാൾ എൻ്റെ വിരൽത്തുമ്പിൽ പോലും തൊടുന്നില്ല. ബേക്കറി, ബോർമ, ബിസിനസ് എന്ന് പറഞ്ഞ് ഓടി നടക്കുകയാണ്. ആണൊരുത്തനെ വിശ്വസിച്ചിറങ്ങി വന്ന എൻ്റെ ഗതി ഇതായല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അവനോട് ചേർന്നിരുന്ന് പൊട്ടി കരഞ്ഞു. അവൻ എന്നെ ആശ്വസിപ്പിച്ചു, സമാധാനിക്കുന്നു. ഞാൻ പറഞ്ഞു, എങ്ങനെ സമാധാനിക്കും, നീ കല്യാണം കഴിക്കാത്തത് കൊണ്ട് നിനക്ക് കുടുംബജീവിതത്തെ പറ്റിയിട്ട് ഒന്നും അറിയില്ല, ആണുങ്ങളെല്ലാം ഇങ്ങനെയാണെന്ന്. അപ്പോൾ അവൻ വാദിച്ചു, എല്ലാ ആണുങ്ങളും അങ്ങനെയല്ലെന്ന് എന്നോട് പറഞ്ഞു. അതൊക്കെ നീ വെറുതെ പറഞ്ഞതാണ്, ആർക്കും എന്നോട് സ്നേഹമില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ എന്നെ ഒന്നുകൂടി കെട്ടിപ്പിടിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ രഹസ്യങ്ങൾ ഇപ്പോൾ അറിയാവുന്നത് നീ മാത്രമേ ഉള്ളൂ, എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചു തുടങ്ങിയതാണ്. അവസാനം അവൻ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞാനത് പറ്റില്ല, തെറ്റാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്, മരുഭൂമിയിലാണെങ്കിലും ഇടയ്ക്ക് ഒരു നീരൊഴുക്ക് വേണ്ടേ ചേച്ചിന്ന്.
ആഗ്രഹമുണ്ട്, പക്ഷേ റിസ്ക്കാണ്, ചേട്ടനറിഞ്ഞാൽ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ആരും അറിയില്ല, എനിക്ക് പണ്ടേ ചേച്ചി ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു, പണ്ടേ ഞാൻ നിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ പലതും മോഹിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചേട്ടനറിയാതെ നമുക്ക് മുന്നോട്ട് പോകാം. ഒന്നോർക്കണം, റിസ്ക്കാണ്, റിസ്ക് നീ മാനേജ് ചെയ്യുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോഴേക്കും അവൻ പറഞ്ഞു, ചേച്ചി എനിക്ക് ഒരു അവസരം ഒരുക്കി തരുമെന്ന്. നീ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല, 11 മണി കഴിയുമ്പോൾ അങ്ങ് വന്നാൽ മതി. പുറകിൽ കൂടി അയ്യോ പുള്ളിക്കാരൻ അവിടെ ഇല്ലേ? എടാ പുള്ളി എത്രയോ നാളായി വേറെ മുറിയിലാണ് കിടക്കുന്നത്, കുട്ടികൾക്ക് വേറെ മുറിയുണ്ട്, ഞാൻ തനിയാണ്, ഒന്നുമില്ലാന്ന് പറഞ്ഞപ്പോൾ അവന് ധൈര്യമായി. എൻ്റെ ഹസ്ബൻഡ് എന്നോട് സപ്പോർട്ടുണ്ടല്ലോ, അങ്ങനെയാണ് ഞാൻ അവന് വേണ്ടി അടുക്കളവാതിൽ തുറന്നു കൊടുത്ത് അകത്ത് ആനയിച്ചത്. സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ അങ്ങേർക്ക് മോഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ജീവിതത്തിൽ അനുഭവിക്കാത്തൊരു മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ അനുഭവിച്ചറിഞ്ഞു. പക്ഷേ എനിക്കൊന്ന് മനസ്സിലായി, അങ്ങേർ തീച്ചൂളയിൽ ചുട്ടു പഴുപ്പിച്ച ഒരു മാണിക്യമാണ് എൻ്റെ ഭർത്താവ്. വെറും റിസ്ക്. ഇയാളാണെങ്കിലോ ക്രിസ്മസിന് തയ്യാറാക്കുന്ന പ്ലം റിച്ച് ഫ്രൂട്ട് കേക്ക്. ഒരു കണക്കിന് നോക്കുമ്പോൾ ഭർത്താവിനെ ഞാൻ വാഴ്ത്തിപ്പാടണം. എനിക്ക് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മനോഹരമായൊരു അവസരമല്ലേ? ഇത് അറിയാതെ പോയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയായിനി? ഞാൻ അവനോട് പറഞ്ഞു, ഇനി നീ വിഷമിക്കേണ്ട കാര്യമില്ല, ഞാനും ഇനി വിഷമിക്കില്ല. എനിക്ക് ജീവിതത്തിൽ പെർഫെക്റ്റായ ഒരാളെ കിട്ടി, ഞാൻ സന്തോഷവതിയാണ്. ഏത് തീച്ചുളയിൽ നീ നിന്നാലും അതെല്ലാം കുളിർമഴയായി മാറ്റാൻ ഞാനില്ലേ എന്ന് പറഞ്ഞ് ആവാഹിച്ചെടുക്കാൻ ഞാനൊരു മിടുക്കിയായിരുന്നു. അതുമാത്രമല്ല, കിട്ടേണ്ടത് കിട്ടുമ്പോൾ എല്ലാവർക്കും ഒരു വല്ലാത്ത ഇളക്കമുണ്ടല്ലോ, അത് എനിക്ക് നന്നായി ഉണ്ടായിരുന്നു. ഇളകിയാടാൻ എനിക്ക് പണ്ടേ മിടുക്കാണ്. ഇപ്പോൾ കറക്റ്റായി പാകപ്പെട്ട ഒരാൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഇളകിയാടൽ നല്ല രീതിയിലായി. പണ്ടെൻ്റെ അമ്മ വലിയൊരു മത്ത് ഉപയോഗിച്ച് വെണ്ണ കടഞ്ഞെടുക്കുമായിരുന്നു തൈരിൽ നിന്ന്. അതേപോലെ എനിക്കും പല കാര്യങ്ങളും പിൻപോട്ട് പോയി ഓർമ്മ വന്നു. ആഹ്ലാദത്തിൻ്റെ തീച്ചൂളകളിൽ ഞാനും വിലസ് നടക്കുകയായിരുന്നു. അതെല്ലാം എനിക്ക് അവനോടുള്ള സ്നേഹം വർദ്ധിച്ചു. ഭർത്താവും ഒരു കുറവും എന്നോട് കാണിച്ചില്ല. അവനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള എൻ്റെ എല്ലാ ശ്രമങ്ങൾക്കും ഭർത്താവിൻ്റെ കട്ട പിന്തുണയുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ട് എൻ്റെ ഭർത്താവിന് എന്നോട് യാതൊരു താല്പര്യക്കുറവുമില്ല. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ ശരിയായിട്ട് അവന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ഒരുക്കി മറ്റു റൂമിലേക്ക് മാറും. ഇതിനിടയ്ക്ക് അവൻ്റെ വീട്ടുകാരെ വിളിച്ച് കല്യാണം കഴിക്കാനൊക്കെ പറഞ്ഞു. അവൻ പിന്നെ അവർക്ക് ക്യാഷ് അയച്ചു കൊടുക്കുന്നല്ലാതെ അങ്ങോട്ട് പോയില്ല. കല്യാണം കളവാണം ഒന്നുമില്ലാതെ അവൻ എന്നെയും സ്നേഹിച്ച് ഞാൻ അവനെയും സ്നേഹിച്ച് ഞങ്ങളുടെ പ്രസ്ഥാനം നല്ല വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയി. ഒരു സുപ്രഭാതത്തിൽ ഹസ്ബൻഡ് പറഞ്ഞു, ഇനിയിപ്പോൾ എന്തായാലും അവനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റില്ല. നമ്മളായിട്ടുണ്ടാക്കിയ ഒരു കുരുക്കായതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം. ഒരു ദിവസം അവൻ വരുമ്പോൾ അപ്രതീക്ഷിതമായി ഞാൻ നിൻ്റെ മുറിയിൽ വരാം. ഞാൻ കണ്ടു. അവസാനം ഞാൻ കുറെ ദേഷ്യപ്പെട്ടതിന് ശേഷം അവനെ അങ്ങ് അംഗീകരിക്കും. അപ്പോൾ പിന്നെ അവനും കുഴപ്പമില്ല, നിനക്കും കുഴപ്പമില്ല. ഞാനും അറിഞ്ഞുകൊണ്ടാണെന്ന് അറിയുമ്പോഴേക്കും അവന് എന്നോടുള്ള ബഹുമാനം കൂടുകയും ചെയ്യും. നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും ലയിച്ച് നിൽക്കുമെന്ന്. അങ്ങനൊരു സിറ്റുവേഷനും ഹസ്ബൻഡിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഒരുക്കി കൊടുത്തു. അവൻ ശരിക്കും പേടിച്ചു പോയി. ഹസ്ബൻഡ് എന്ന് അലറുകയും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്തു. അവസാനം പറഞ്ഞു, നീ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. എന്തായാലും എൻ്റെ ഭാര്യയ്ക്ക് നിന്നെ ഇഷ്ടമല്ലേ? അതുകൊണ്ട് പിന്നെ ഞാനിനി എന്ത് പറയാനാണ്? എല്ലാം നമുക്ക് ഒന്ന് നോക്കിയും കണ്ടും മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് ആ പ്രശ്നം ഹസ്ബൻഡ് തന്നെ സോൾവ് ചെയ്തു. പക്ഷേ അവനത് വല്ലാത്ത ഷോക്കായിരുന്നുവെങ്കിലും പിന്നീട് എൻ്റെ ഹസ്ബൻഡിനെ നല്ലൊരു മനുഷ്യനായി കാണാൻ ഞാൻ തന്നെയാണ് അവനെ പ്രേരിപ്പിച്ചത്. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മായിമ്മ മരിച്ചുപോയി. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇനിയിപ്പം നീ ഇവിടുന്നും കുടസോർമ്മ നിൽക്കേണ്ട കാര്യമില്ല, ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസം തുടങ്ങ്. അപ്പോൾ അവൻ പറഞ്ഞു, ആളുകൾ എന്ത് പറയുമെന്ന്. ഇനിയിപ്പോൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമുക്കെന്താ? എന്തായാലും ഹസ്ബൻഡ് എല്ലാം അറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നോടുള്ള സ്നേഹം മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചായിരിക്കാം അവൻ സമ്മതിച്ചു. അവനെങ്ങനെ വീട്ടിൽ താമസമാക്കിയപ്പോഴാണ് വേറൊരു പ്രശ്നം വന്നത്. കാര്യം ഹസ്ബൻഡ് കഥകളിൽ മാത്രമല്ലേ ഉള്ളൂ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾ. അല്ലാതെ നോക്കുമ്പോൾ അദ്ദേഹത്തിനും ആഗ്രഹങ്ങളുണ്ടല്ലോ. എന്തായാലും
എൻ്റെ ഭർത്താവ് തന്നെ അതിനൊരു കഥ മെനഞ്ഞു. ഇത്രയും നാളും ശരി, ഞാൻ ഇവളിൽ നിന്ന് അകന്നിരിക്കുകയായിരുന്നു. അതാണ് ഇതിനെല്ലാം കാരണം എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ നീയും വന്നു. എന്തായാലും നമ്മൾ 3 പേരും കൂടി ഒന്നിച്ച് ചിറാപ്പുഞ്ചി മഴ പോലെ ഒഴുകിപ്പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവന് സമ്മതിക്കാത്ത തരമില്ലല്ലോ. അങ്ങനെ ആണുങ്ങൾ 2 പേരും നല്ല കൂട്ടായി. ഞാനാണെങ്കിൽ അവർക്ക് വേണ്ടി പുതുമയുള്ള വിഭവങ്ങൾ ഒരുക്കുന്ന പ്രിയങ്കരിയായി മാറി. പക്ഷേ കുട്ടികൾക്ക് ഇതൊക്കെ മനസ്സിലാകാൻ ഇത്തിരി പാടായിരുന്നു. ഇത്തിരി പ്രായമുണ്ട്, മനസ്സിലാക്കാനുള്ള പ്രായമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. ഇനി ഇവർ 2 പേരും ഇവിടെ കാണുമെന്ന് ആരോടും പറയരുത്. എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ്. പുറത്ത് പറഞ്ഞാൽ ഇഷ്യൂ ആകും, എല്ലാം മനസ്സിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ മൂത്ത മകൻ അത് വെളിയിൽ വിട്ടു. അടുത്തുള്ള ആരോടോ പറഞ്ഞു. അങ്ങനെ അത് എല്ലായിടത്തും വ്യാപിച്ചു. ആദ്യമേ ആൾക്കാർക്ക് സംശയമുണ്ടായിരുന്നു, എന്തിനാണ് ജോലിക്കാരൻ വീട്ടിൽ വന്ന് താമസിക്കുന്നതെന്ന്. എന്തായാലും ഇപ്പോൾ 2 ഭർത്താവുള്ളവൾ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. അടുത്തുള്ള സ്ത്രീകൾ എന്നോട് ഡയറക്റ്റായിട്ട് ചോദിക്കുകയും ചെയ്തു. അവസാനം ഗതി കേട്ട്, എനിക്ക് 2 ഭർത്താവുണ്ട്, അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചത് കൊണ്ട് ഇപ്പോൾ എല്ലാവരും അതങ്ങ് അംഗീകരിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണമൊക്കെ ഉണ്ട്, എല്ലാം നന്നായിട്ട് പോകുന്നെങ്കിലും ഞങ്ങളെ വേറെ കണ്ണോടുകൂടിയാണ് ആൾക്കാർ കാണുന്നത്. സമൂഹം അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ കൂടിയും ഞങ്ങളുടെ കാര്യങ്ങൾ നന്നായി പോകുന്നുമുണ്ട്. ഇപ്പോൾ ഏത് രീതിയിലാണ് ഇതിനെ സമീപിച്ച് മുന്നോട്ട് പോകേണ്ടതെന്ന് എനിക്കറിയില്ല. എങ്കിലും ചില സമയത്ത് മനസ്സിൽ സംഘർഷം തോന്നാറുണ്ട്. എൻ്റെ ഭാഗത്തോ ഭർത്താവിൻ്റെ ഭാഗത്തോ ഇങ്ങനെയുള്ള ബന്ധങ്ങളുടെ ഭാഗത്തോ വലിയ ന്യായമുണ്ടോ മാഡം? അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ബന്ധങ്ങൾ തുടരുന്നു അല്ലെങ്കിൽ ഒതുക്കുന്നു, ഒന്നും അറിയില്ല. മനുഷ്യൻ ഭയങ്കര ദുരൂഹതയുള്ള ആൾക്കാരാണെന്ന് മാഡം എപ്പോഴും പറയാറില്ലേ? അത് കറക്റ്റാണ്. എനിക്കും ഇതിന് യഥാർത്ഥ ആൻസർ ഒന്നും പറയാനില്ല കേട്ടോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൽ ന്യായവും അന്യായവും നമുക്ക് പറയാൻ പറ്റില്ല. ശരിക്കും ഇതിൽ ന്യായമില്ലെന്ന് തന്നെ ചിലപ്പോൾ പറയേണ്ടി വരും. കാരണം നമ്മളുടെ സാധ്യതയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരാളുടെ ജീവിതം ഉപയോഗിക്കുകയാണ്. പക്ഷേ എങ്കിലും നിങ്ങളുടെ ഭർത്താവിന് ഇത്രയും കുരുട്ടുബുദ്ധിയൊക്കെ ഉണ്ടെങ്കിലും അയാൾ ഈ പറഞ്ഞൊരാളെ ചേർത്ത് നിർത്താനും അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഈ പറഞ്ഞതുപോലെ വലിയ സദാചാരത്തിലൊന്നും കാണാതെ ഓക്കെ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും വന്നോട്ടെ എന്നുള്ള രീതിയിൽ വഴക്കും വക്കാണോ ഒന്നും ഉണ്ടാക്കാതെ കുബുദ്ധി കൊണ്ട് മാനേജ് ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങയുടെ വ്യക്തിത്വം ദുരൂഹമാണെങ്കിൽ പോലും അതിനുള്ളിലും എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. എന്നാലും ഇത്തരം കാര്യങ്ങളെ അനുകൂലിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ നിങ്ങളിത് മാനം ചെയ്ത് പോകുന്നു, അതിൽ കുറ്റബോധം തോന്നിയിട്ടും കാര്യമില്ല. നിങ്ങളുടെ എല്ലാവരുടെയും നിലനിൽപ്പ് ഇപ്പം ഒന്നിച്ചാണ്. പുറത്തുള്ളവരോട് നിങ്ങൾ പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ ആൾക്കാർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ അങ്ങനെ ഈ വീട്ടിൽ നിന്ന് പോയെന്ന് പറഞ്ഞാലും ആളുകൾ ഈ കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോകാമെന്നേ ഈ അവസരത്തിൽ പറയാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഒരിക്കലും ഇത്തരം കുബുദ്ധികൾ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കരുത്. അത് പലപ്പോഴും നല്ല രീതിയിൽ തീരണമെന്നില്ല, ഇതേപോലെ സ്മൂത്തായിട്ട് പോകണമെന്നുമില്ല. എപ്പോഴും അത് കൺഫ്യൂസിങ് ആയിട്ടും സമൂഹത്തിലൊരു ചോദ്യചിഹ്നമായിട്ടും മാറും. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നതുകൊണ്ട് പലപ്പോഴും നമ്മൾ സമൂഹത്തെ കൺസിഡർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. കാര്യം ഇത് വിദേശ രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ അടുത്തുള്ള ആളുടെ അവിടെ എന്താ നടക്കുന്നത് പോലും ആർക്കും അറിയുകയില്ല. ഭയങ്കരമായി ഡിറ്റാച്ച് ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ സ്ത്രീ സാമൂഹ്യപരമായി ജീവിക്കുമ്പോൾ ഇത്തരം പഴികൾ പിന്നെയും കേൾക്കേണ്ടി വരും. അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിവുണ്ടെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് മറ്റൊരാൾക്ക് മാതൃകയാക്കാവുന്ന ഒന്നും ഈ കഥയിൽ ഇല്ല എന്നുള്ളതും കൂടി ചേർത്ത് പറഞ്ഞുകൊള്ളട്ടെ.